തൃശൂരിൽ ജോൺസൺ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. മലയാളികൾക്കെല്ലാം അഭിമാനമായ, പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരം കൂടിയായ ജോൺസൺ മാഷിൻ്റെ പേരിൽ ഒരു സംഗീത അക്കാദമി വരുമ്പോൾ അതിലേറ്റവും സന്തോഷിക്കുന്നത് ശ്രീ ഔസേപ്പച്ചനാണ്. ജോൺസൺ ഫൗണ്ടേഷൻ്റെ കൺവീനറാണ് അദ്ദേഹം. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി ഡി സതീശൻ തൃശ്ശൂരിലെത്തിയപ്പോൾ ഉന്നയിച്ചൊരാവശ്യം അംഗീകരിക്കുകയായിരുന്നു. ബജറ്റിലല്ലേ, പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും. ഒരുപക്ഷെ നടക്കുമായിരിക്കും, എന്നാലും ഒരു ഉറപ്പില്ല. കാരണം ഗവൺമെൻറ് കാര്യങ്ങളാണ്. ഇലക്ഷന് മുമ്പാണ് അദ്ദേഹം ഇത് നമ്മളുടെ അടുത്ത് വാഗ്ദാനം ചെയ്തത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിൻ്റെ ഡേ ബിഫോർ, തലേ ദിവസം എന്നെ ഇങ്ങോട്ട് ഫോണിൽ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഞാൻ വിചാരിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു ബീയിങ് എ തൃശ്ശൂർ ഇവിടുത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെസ്സേജൊക്കെ അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചു, കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരൊറ്റ കാര്യം. ആദ്യമേ അദ്ദേഹം പറഞ്ഞു, എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്, പിന്നെ ഞാൻ അന്ന് പറഞ്ഞ വാക്ക് വെറും വാക്കല്ല കേട്ടോ, തീർച്ചയായിട്ടും. അപ്പം ഞാൻ അപ്പോഴും എനിക്കൊരു വിശ്വാസമൊന്നുമില്ല. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ മാറ്റർ. കാരണം ഒരു അക്കാഡമി, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടി ഇത്ര മാത്രം രൂപ വേണ്ടി വരുന്നൊരു കാര്യമാണ്. അത് ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സെന്ന് ഞാൻ പറയും. മലയാളികൾ ഏറെ സ്നേഹിക്കുന്ന പുതിയ തലമുറ പോലും മഴ ജോൺസൺ മാഷ് കട്ടൻചായ എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർക്കുന്ന ആ ജോൺസൺ മാഷിൻ്റെ ഒരാഗ്രഹമായിരുന്നു മ്യൂസിക് അക്കാദമി. അത് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പ്രാവർത്തികമാക്കാൻ ഔസേപ്പച്ചൻ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു. അത് പ്രാവർത്തികമായി. എന്തായാലും തൃശ്ശൂരിനെ അഭിമാനിക്കാം. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ.